പനീർ ഹൈദരാബാദിനെ ഫേമസ് ആക്കുന്ന ഡിഷുകളിലൊന്നാണ്. ഹൈദരാബാദ് ഉൾപ്പെടുന്ന ആന്ധ്ര, തെലങ്കാന സ്റ്റേറ്റുകളിൽ മുസ്ലിം ഫാമിലീസിൻ്റെ സ്പെഷ്യൽ ഡേയ്സിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫങ്ഷനിൽ ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു ഡിഷാണിത്. അവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇത് അവൈലബിൾ ആണ്. പാലക് പനീറിൻ്റെ സൗത്ത് ഇന്ത്യൻ വേർഷനും ഇത് അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് പേര് ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ടേസ്റ്റ് ഒരുപാടങ്ങ് ഇഷ്ടമില്ലാത്തവർ ഇതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻനെസ്സിന് വേണ്ടി സ്പിനാച്ചും കൂടെ കൂടുതലായിട്ട് ചേർക്കും. മാത്രമല്ല ഹോട്ടൽസിലൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അവരും ഇത് ചേർക്കും. അപ്പം സ്പിനാച്ച് ഇതിൽ കുറേ പേര് ചേർക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ ധാരാളമായിട്ട് ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയും ആണ്. അപ്പം നമ്മൾ തുടങ്ങല്ലേ? ഇൻഗ്രീഡിയൻസിൽ ആദ്യം നമുക്ക് വേണ്ടത് പനീറാണ്. ഞാനൊരു 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങുമ്പോൾ നമുക്കറിയാം കുറച്ചൊരു ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് കുറച്ചൊന്ന് പുറത്തിരിക്കുമ്പോഴത്തേക്കും തണുക്കും, അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. ആദ്യം നമുക്ക് ഇതൊന്ന് പാറ്ററൈസ് ചെയ്തെടുക്കണം. അത് മുഴുവനായിട്ടും മാക്സിമം ഈ വെള്ളമൊക്കെ ഒരു പേപ്പർ ടവലിൽ നിരത്തിയിട്ടിട്ട് മുകളിൽ കൂടെ ഒരു പേപ്പർ ടവൽ വെച്ച് പാറ്റ് ചെയ്ത് മാക്സിമം വെള്ളം നമുക്ക് ഒഴിവാക്കിയെടുക്കണം. അടുത്തത് വേണ്ടത് വല്യുള്ളിയാണ്. 200 ഗ്രാം റഫ്ലി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് 25 ഗ്രാം വെളുത്തുള്ളിയും 20 ഗ്രാം ജിഞ്ചറുമാണ്. ഗാർലിക്കിനോട് അടുത്ത് കിടക്കുന്ന ആ സ്കിൻ ഞാൻ കളഞ്ഞിട്ടില്ല, അത് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ്. ജിഞ്ചർ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് പച്ചമുളകാണ്. മീഡിയം സ്പൈസിയാണ് അത്, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തരം ഗ്രീൻസ് ആണ് വേണ്ടത്. ഒന്ന് മല്ലിയില, അടുത്തത് പുതിനയില. മല്ലിയിലയുടെ തണ്ടും ഇലയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് 1 കപ്പ് എന്നാണ്. അങ്ങനെ പറയുന്നതിനേക്കാളും എളുപ്പം ഒരു പിടി, നമ്മുടെ കൈക്ക് അധികം അമർത്താതെയുള്ള ഒരു പിടി, അതാണ് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ പുതിനയുടെ ഇളം തണ്ട് എടുത്തിട്ടുണ്ട്, വലിയ തണ്ട് മാത്രം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഒരു പിടി. അടുത്തത് എടുത്തിട്ടുള്ളത് കാഷ്യൂ നട്ട്സ് ആണ്. 30 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇതിൽ 15 ഗ്രാം നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കും, ബാക്കി 15 ഗ്രാം നമ്മൾ പനീർ ചേർക്കുന്നതിൻ്റെ കൂടെ ചേർക്കും. ഇനി വേണ്ടത് കുറച്ച് പൗഡേഴ്സാണ്. ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇത്ര എടുക്കാറില്ല ഒരു കറിക്ക്, മാക്സിമം ഒരു 1/2 ടീസ്പൂണൊക്കെ നമ്മൾ എടുക്കാറുള്ളത് അല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അരപ്പ് വഴറ്റി അരച്ചു വരുമ്പോൾ അതിന് നല്ലൊരു ഗ്രീൻ കളറാണ് ഉണ്ടാവുക. അതിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യെല്ലോ കളറും കൂടെ ഇതിൻ്റെ കൂടെ കുറച്ച് അധികമായിട്ട് ചേർക്കുന്നത്. ഈ കറിയുടെ കളർ ഏകദേശം ഒരു യെല്ലോയിഷ് ഗ്രീൻ ആണ്. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഒരു 250 ml തന്നെ വേണം നമുക്ക്. ഈ ഒരു തൈരാണ് ഈ ഒരു കറിക്ക് ക്രീമിനെസ് കൊടുക്കുന്നതും അതിൻ്റെ ടെക്സ്ചർ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതും. ഇളം പുളിയുള്ള തൈരാണ് ഇതിൽ ചേർക്കേണ്ടത്. ആ ഒരു ഇളം പുളിയും കൂടെ വരുമ്പോഴത്തേക്ക് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഈ തൈര് ചേർക്കുന്നത് നമ്മൾ പെപ്പറും ചേർക്കുന്നുണ്ട്, ഗ്രീൻ ചില്ലിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവ് കുറച്ച് ഒന്ന് ഏറിയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. പക്ഷേ അതിൻ്റെ ഫ്ലേവർ മാത്രം അതിന് കിട്ടി. എരിവൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൈര് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉപയോഗം കൂടിയുണ്ട്.
അതിൻ്റെ ഫ്ലേവറും മണവും എല്ലാം നമുക്കതിന് കിട്ടും. പക്ഷെ നമുക്ക് നാക്കിൽ ഉണ്ടാവുന്ന ആ കുത്തലിനൊരു കുറവ് വരും തൈര് ചേർക്കുന്നത് കൊണ്ട്. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കറിയിലേക്ക് ചേർക്കുന്നതിന് മുന്നേ തൈര് റൂം ടെമ്പറേച്ചറിൽ ആക്കിയിരിക്കണം. മാത്രമല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്തായ രീതിയിലോ, അത് മിക്സിയിലോ കൈകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കട്ടയൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഉള്ള ടെക്സ്ചറിൽ വേണം തൈര് ഉണ്ടായിരിക്കാൻ. ഇനി വേണ്ടത് ബട്ടർ ഒരു 30 ഗ്രാം വേണം. ഇത് ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഈ ഒരു കറിക്ക് ചേരില്ല. സൺഫ്ലവർ ഓയിൽ 60 ml എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് വേണം. ഇനി വേണ്ടത് കുറച്ച് ഉപ്പുവെള്ളമാണ്. ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് ഇളക്കി നന്നായിട്ട് വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പനീർ എണ്ണയിൽ വറുത്ത് കോരി നേരെ നമ്മൾ ഇടാൻ പോകുന്നത് ഇതിലേക്കാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്ത പനീർ അതേപോലെ നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിപ്പോവും. ആ സോഫ്റ്റ്നെസ് റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പുവെള്ളത്തിലേക്ക് ഇടുന്നത്. ഉപ്പുവെള്ളത്തിൽ അധിക നേരം ഇടേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നേരം, 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഈ ഉപ്പുവെള്ളം ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ ചൂടാകുമ്പോൾ പനീർ ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ മാക്സിമം വെള്ളം അതിനകത്തുനിന്ന് നമ്മൾ ഒപ്പിയെടുത്തിരിക്കണം പനീറിനകത്ത് നിന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അത് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഫ്രൈ ആയി കളർ ചേഞ്ച് ആയിട്ട് കിട്ടിയില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പനീർ ബേണായി പോകരുത്. പിന്നെ ഒന്നുകൂടെ നമ്മൾ ഇതിൻ്റെ 4 വശവും 6 വശവും ഗ്രില്ലാക്കി എടുക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു 2 വശം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് കിട്ടിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കറിയിനകത്തേക്ക് ചേർക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ പാടില്ല. അതിനൊരു ഫേംനെസ് ഒരു 2 സൈഡിൽ കിട്ടിയാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിനൊരു കറിക്കകത്ത് കിടക്കുമ്പോൾ കളറൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രില്ല് ചെയ്യുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നേരെ കോരി മാറ്റി ഉപ്പുവെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് നേരം മാത്രം മാക്സിമം വെച്ചാൽ മതി. അതേ പാത്രം വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ഒനിയൻ ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ചേർത്തു. ഇഞ്ചി ചേർത്തു. പച്ചമുളക് ചേർത്തു. കാഷ്യൂ നട്ട്സ് ചേർത്തു. എല്ലാം കൂടെ ചേർത്ത് വഴറ്റി എല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് കാരമലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് വേണ്ട പാകത്തിനായിട്ടുണ്ട്. എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെറുതായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് അടുത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തു. പാനിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂൾ ഡൗൺ ആയിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. വീണ്ടും പാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ബാക്കിയുള്ള ഓയിൽ മുഴുവനായിട്ടും പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ ഹാഫ് പോർഷൻ ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക്
ആദ്യം കാഷ്യൂനട്ടും അതിനുശേഷം കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ജീരകവും ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക, ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ടെക്സ്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്തു. കളറ് ചേഞ്ച് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മസാലയുടെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ മസാലയുടെ ആ കുത്തലൊന്ന് കുറയ്ക്കണം. ഒപ്പം കറിയുടെ കൺസിസ്റ്റൻസി ഒരു ക്രീമിനെസ് വരുത്തണം. അതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ച 250 ml തൈരിൽ 100 ml ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. പക്ഷേ ഇത് ചേർക്കുന്നതിന് മുന്നേ ഒരു 10-30 സെക്കൻഡെങ്കിലും നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി വെക്കണം. തൈര് പിരിഞ്ഞു പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്. ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ബട്ടർ ഇപ്പം മുഴുവനായിട്ടും ബട്ടർ ചേർത്ത് കഴിഞ്ഞു. വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തുറന്നിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് പനീർ ഹൈദരാബാദിയുടെ സ്മെല്ല് വന്നിട്ടുണ്ട്. നമ്മളിതിൽ പട്ട, ഗ്രാമ്പു, ഏലൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ഫ്ലേവർ ഇതിനുണ്ട്. അതിൻ്റെ ആ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയുടെ ആ റെസിപ്പി നമ്മുടെ ചാനലിലെ വീഡിയോ ഉണ്ട്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും മേലെ കാർഡിലും കൊടുത്തേക്കാം കേട്ടോ. അതിനിടയ്ക്ക് പനീർ ഞാൻ ഉപ്പുവെള്ളത്തുനിന്ന് മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പനീർ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് തുറന്ന് വെച്ച് ആ പനീറിലേക്കൊന്ന് രസങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി തുറന്ന് വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഒരു 20 സെക്കൻഡ്സ് അത്ര മതി. പനീർ ഹൈദരാബാദിന് പാലക് പനീറിൻ്റെ സൗത്ത് ഇന്ത്യൻ വേർഷൻ എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ പാലക്ക് ഇതിൽ ചേർക്കുന്നവർ ഞാൻ വളരെ കുറച്ച് പേരെ ഇതിൽ പാലക്ക് ചേർക്കുന്നവരെ കണ്ടിട്ടുള്ളൂ. അത് ചിലപ്പോൾ അവർക്ക് ഈ മല്ലിയിലേൻ്റെയും പുതിന ഇലേൻ്റെയും ആ ഷാർപ്പ് ടേസ്റ്റ് പറ്റാത്തവരായിരിക്കാം അങ്ങനെ ചേർക്കുന്നത്. ഇത് നമ്മളിപ്പം ബാക്കിയുള്ള 150 ml തൈരും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്.
സാധാരണ ഈ ഒരു സ്റ്റേജിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫ്രഷ് ക്രീമാണ് ചേർക്കുക. എനിക്കത് ചേർക്കുന്നതിനോട് വലിയ കുറച്ച് ഹെവി ആയിപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല ക്രീമി ആയിട്ടുള്ള തൈര് ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഇത് നമ്മളെ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ആരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ബൈ.